പള്ളുരുത്തിയിൽ അഭിരാമി ചികിത്സാ സഹായനിധി ഫണ്ട് കൈമാറലും ലുങ്കി വിതരണോദ്ഘാടനവും നടന്നു. അഭിരാമി ചികിത്സാ സഹായനിധി ഫണ്ട് കൈമാറലും ലുങ്കി വിതരണോദ്ഘാടനവും നടന്നു. പള്ളുരുത്തി SJCSS ഹാളിലാണ് പരിപാടി നടന്നത്. ചടങ്ങ് ചലച്ചിത്ര താരം സാജൻ പള്ളുരുത്തി അഭിരാമിയുടെ അച്ഛൻ അനിലിന് ലുങ്കി ചലഞ്ചിലൂടെ സമാഹരിച്ച 5,46,526 രൂപയുടെ ചെക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഖ്യ ഇവിടെ ശേഖരിക്കുവാനായി സാധിച്ചത്. ഇവിടെ തമ്പി പറഞ്ഞതുപോലെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയത് കൗൺസിലർ ഗീതാ പ്രഭാകരൻ, ജയിച്ചേട്ടനും സന്തോഷം തന്നെയാണ്. ഒരു 3 പേർ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ ഒരു വിജയം ഇതിനെ ആരെങ്കിലും നയിക്കാനില്ലെങ്കിൽ ഒരു പ്രവർത്തനം വിജയിക്കില്ല. അതെല്ലാ ഡിവിഷനുകളെയും ബന്ധപ്പെടണം, സംഘടനകളെ ബന്ധപ്പെടണം, വ്യക്തികളെ ബന്ധപ്പെടണം. ഇതിനാവശ്യമായ ലുങ്കി ഓർഡർ ചെയ്യണം, എത്തിക്കണം, വിതരണം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന്റെ പിന്നിൽ. ചടങ്ങിന്റെ ഭാഗമായുള്ള ലുങ്കി വിതരണോദ്ഘാടനം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് VA ശ്രീജിത്ത്, 61ാം ഡിവിഷൻ ചെയർപേഴ്സൺ വിജയ് ആന്റണിക്ക് ആദ്യ ലുങ്കി നൽകിക്കൊണ്ട് നിർവഹിച്ചു. പള്ളുരുത്തി മേലിപ്പറമ്പ് അനിൽ രമ്യ ദമ്പതികളുടെ മകളായ അഭിരാമി ഇടക്കൊച്ചി സിയന്ന കോളേജ് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഇരുവൃക്കകളും തകരാറിലായ അഭിരാമിക്ക് ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം വേണം. ഇപ്പോൾ ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള അഭിരാമിയുടെ പഴയ ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഒരു വൃക്കയെങ്കിലും അടിയന്തരമായി മാറ്റിവെക്കേണ്ടതുണ്ട്. ചികിത്സാ സഹായനിധി ചെയർപേഴ്സൺ ഗീതാ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ജനറൽ കൺവീനർ സന്തോഷ് ആലുംപറമ്പിൽ സ്വാഗതം പറഞ്ഞു. കൗൺസിലർമാരായ NP ശാന്തിനി, സുജാത സാബു, CR ബിജു, അശ്വതി ജോഷി, സഹായനിധി ട്രഷറർ AJ ജെയിംസ്, പൊതുപ്രവർത്തകരായ തമ്പി സുബ്രഹ്മണ്യൻ, NR ശ്രീകുമാർ, VF ഏണസ്റ്റ്, ഷീജ പടിപ്പുരിക്കൽ, എഡ്രാക് മേഖല പ്രസിഡന്റ് AA ജോർജ്, KA അഫ്സൽ, AA വാഹിദ്, വിനോദ് തമ്പി തുടങ്ങി നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, ADS ചെയർപേഴ്സൺമാർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ദേശിക്കുന്ന ഫണ്ടിലേക്ക് നമുക്ക് അടക്കാൻ വേണ്ടി കഴിയില്ല എന്ന് മനസ്സിലാക്കി വീണ്ടും വിപുലമായ ഒരു യോഗം കൂടി കൂടി. അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം ADSന്റെ അയൽക്കൂട്ടത്തിലേക്ക് സൗകര്യമെല്ലാം പങ്കെടുത്തു. വളരെ ആത്മാർത്ഥതയോട് തന്നെയാണ് അവർ ആ ദൗത്യം പൂർത്തീകരിച്ചത്. പത്ത് തലമുറ ദൂരം തീരാത്ത കുറെ കാശ് കയ്യിലുണ്ടായിട്ട് പോലും 5ന്റെ പൈസ കൊടുക്കാതെ നിൽക്കാത്ത ഒരാളാണ്. ആ ദുരന്തങ്ങളുടെ കൂടെ നടക്കുന്ന കുറെ ഞാൻ പറയുന്നത്, ഞാനും തമ്മിയും ശ്രീതും ഒക്കെ ചേർന്നുകൊണ്ട് ചെറിയൊരു പരിപാടി ഞാൻ ആരെ അറിയിക്കാറ്. ഞാനും ശ്രീതും അല്ലെങ്കിൽ തമ്മിയൊക്കെ ചേർന്ന് പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ വിജയാഘോഷവും നടന്നത് 10 ദിവസം 15 ദിവസം അല്ലേ, അതാരും അറിയിക്കാതെ കയ്യിൽ നിന്ന് കാശ് നമ്മുടെ വീട് അങ്ങനെ അടച്ചു കിടക്കാറില്ല. സെക്യൂരിറ്റി നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ആർക്കും വരിക, നമ്മൾ അതിന് സഹായം നമ്മൾ വിൽക്കുക, അല്ലെങ്കിൽ ഒരുപോലെ കാണിച്ചു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആകാവുന്നത് നമ്മൾ തുടക്കത്തിലെ പറയുന്നത് 10 കാശ് നടന്നു കഴിഞ്ഞ് അവന് ചെരുപ്പ് തീരുന്നവരെ ഞാൻ വിടാറില്ല. നടക്കുന്ന കേസാണെങ്കിൽ ഞാൻ പറയുന്നത്. കുറേ കേസുകളിലേക്ക് വരുമ്പോഴും ചികിത്സാ പരിപാടികൾ വരുമ്പോഴും പെൺകുട്ടിയുടെ ചികിത്സ സംബന്ധമായ ആവശ്യങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ട് 2 കിഡ്നിയും ഫെയിലറായ സിയന്ന കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥി അഭിരാമി, മേലെപ്പറമ്പിൽ അനിലിന്റെയും രമ്യയുടെയും മകളാണ് അഭിരാമി. നമ്മുടെ ശ്രീ ഭവാനീശ്വര ക്ഷേത്രത്തിന്റെ പുറകുവശത്താണ് ആ കുട്ടിയുടെ കുടുംബത്തിന്റെ താമസം. 2 വൃക്കകളും തകരാറിലായ അഭിരാമിയുടെ ആ ഒരു വലിയ വിഷമതകളും ആ കുട്ടിയെ ചികിത്സിക്കാൻ ആവശ്യമായ ധനസഹായത്തിന് വേണ്ടി ആ കുടുംബം പെടുന്ന ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ എന്നിരുന്നാലും എനിക്ക് കുറച്ച് പറയണം. കാരണം ഈ ഒരു അഭിരാമി ചികിത്സാ സഹായത്തിന് വേണ്ടി ഒത്തിരി പേര്, കാരണം നമ്മുടെ CR ബിജു, അതുപോലെ തന്നെ
ശ്രീജിത്ത് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു CDSE പോയി ചെയ്ത കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ ഈ കൂപ്പൺ കൊടുത്ത് നമുക്കത് അവിടെ നടപ്പിലാക്കണമെന്ന് നമ്മുടെ ശ്രീജിത്ത് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ശ്രീജിത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഇവിടെ രൂപപ്പെടുന്നു. ആ കൂട്ടായ്മ പള്ളുരുത്തിക്ക് മാത്രം കാണുന്ന ഒരു സവിശേഷതയാണ് രോഗം വന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന വ്യക്തിത്വങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, അതിന് കക്ഷി രാഷ്ട്രീയ വർഗ ചിന്തകൾക്ക് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മകൾ രൂപപ്പെട്ടുകൊണ്ട് പലരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു ചരിത്രം, ചുരുക്കി പറഞ്ഞാൽ പള്ളുരുത്തി ഡയറീസ് എന്ന് കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ ഒരുപാട് അനുകമ്പതയുടെ ചരിത്രങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിലകൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് ഈ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇന്നുവരെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ അഭിരാമി ചികിത്സാ സഹായ നിധിയിലേക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും തന്നെ അവർക്ക് കഴിയാവുന്നതിൽ അപ്പുറം ഈ ഒരു സഹായ നിധിയിലേക്ക് അവർ ഫണ്ടുകൾ ശേഖരിച്ച് നമുക്ക് ഈ ഒരു അഭിരാമി ചികിത്സാ സഹായ നിധിയിലേക്ക് നല്ലൊരു ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. സ്നേഹം പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.